ഹലോ ഗൈസ്, ഇന്ന് ആവേശം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ അടുത്ത മലയാളം പടമാണ് ഇത്. എന്തുകൊണ്ട് ഈ ടീസറിന് എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്, കഴിഞ്ഞ വർഷത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടതും ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റായിട്ട് വാച്ച് ചെയ്തതും, ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയതും ഏറ്റവും നമ്മുടെ ജനറേഷനെ കുറിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് തോന്നിയൊരു പടമാണ് രോമാഞ്ചം. രോമാഞ്ചത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജിത്തു മാധവൻ ചെയ്യുന്ന അടുത്ത പടമാണിത്. ഇനി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ പടത്തിലേക്ക്. ഇത്രയും മാത്രം ഒരു ഓൺ ദ സ്പോട്ട് കോമഡി, ഒരു സിറ്റുവേഷണൽ കോമഡിയൊക്കെ ഹാൻഡിൽ ചെയ്ത് സിനിമ ഈ ഇടയ്ക്കൊന്നും മലയാളത്തിലുണ്ടായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര അധികമായിട്ട് ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന പടമാണ് ഈ ജിത്തു മാധവൻ്റെ ഈ പടം. സോ മച്ച് വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ടീസർ കാണാം. അടിപൊളിയായിരിക്കും. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് വേറെ ലെവലായിരുന്നു രോമാഞ്ചത്തിൽ. ഇത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. ഒരു സെക്കൻഡ് അപ്പോൾ നമുക്ക് കാണാം. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. യെസ് ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ്? രംഗൻ അണ്ണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. അവിടെ അലമ്പുണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ഗുണ്ടകൾ വിത്ത് ടൂൾസ്. എന്നിട്ട് അണ്ണൻ ചാടി എണീറ്റ് അവരുടെ തോളത്തെ കൂടെ കൊന്ന്. അമ്പേട്ടാ എന്നിട്ട് ഒരു മിനിറ്റ്. गंगा भैया वो ऐसे दौड़ के आया, ಗುಲಾಟೆ ಮಾರ ರಂಗಣ್ಣ ದೊಡ್ಡ ರೋಡಿ ಅಡ್ಡಾಗೆ ಎಂಟ್ರಿ ಕೊಟ್ರೆ ಸಾಕು. ಲಾಂಗ್ ಎತ್ತಿದ ತಕ್ಷಣ ಕತ್ತನ್ನ ಕಚಕ್ ಅಂತ ಕತ್ತರಿಸ್ತಾರೆ. ഞാൻ കണ്ടില്ല. നമ്മുടെ രോമാഞ്ചത്തിലെ ചേട്ടൻ എന്നോട് പറഞ്ഞു. എടാ മോനെ ഞാനിവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും. April 2024. അയ്യോ അണ്ണാ, ചിരിപ്പിക്കില്ല, ചോര തെറിക്കുന്നു. അതായത് എനിക്ക് ഈ പടം കണ്ടപ്പോഴത്തേക്കും മറ്റേതൊരു ഹൊറർ കോമഡി ആയിരുന്നെങ്കിൽ ഇതൊരു വയലന്റ് കോമഡി ആണെന്നാണ് തോന്നുന്നത്. അതായത് ജാങ്കോ അൺചെയിൻഡ്, കുറേ പടങ്ങളുണ്ട് അതുപോലത്തെ, കിസ് കിസ് ആസ് അങ്ങനത്തെ പടങ്ങൾ പോലെ കോമഡി വയലന്റ്. അതായത് ഇവർക്ക് വയലൻസ് ചെയ്യുമ്പോൾ അതിൽ കോമഡി ആയിരിക്കും അവർ മിക്കവാറും കാണിക്കുന്നത്. കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, കുറേ പേരുടെ പേര് പറയണമെന്നുണ്ട്. എത്ര പേരായി ഈ പടത്തിലുള്ളത് എൻ്റെ അമ്മോ, കുറേ പേര്. ആക്ഷൻ ചെയ്തിരിക്കുന്ന ചേതൻ ഡിസൂസ എന്ന് പറഞ്ഞ ഒരാൾ, എഡിറ്റർ വിവേക് ഹർഷൻ, സമീർ താഹിറാണ് DOP. അത് വേറെ ലെവലാണ്, പറയേണ്ട ആവശ്യമില്ല. സുഷിൻ ശ്യാം തന്നെയാണ് ഇതിൻ്റെയും മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിരിക്കും കേട്ടോ, ഇത് അടിപൊളിയായിരിക്കും. കുറേ മലയാള സിനിമ ഗെറ്റിംഗ് ഗിവിങ് ഇറ്റ് ബാക്ക് ടു നോർത്ത് ഇന്ത്യൻ സിനിമ. അത് കുഴപ്പമില്ല, ഇത് സാധനം പൊളിക്കും. മൻസൂർ അലിഖാനുണ്ട്. അത് മൻസൂർ അലിഖാനെ മാത്രമാണ് എനിക്കിത് ഇഷ്ടപ്പെടാതിരുന്നത്. അത് അറിയാമല്ലോ, മറ്റേ ലിയോൻ്റെ വിഷയം. പോട്ടെ എന്ന് കൊള്ളാം, അത് ചെയ്തിട്ട് പോട്ടെ. ആശിഷ് വിദ്യാർത്ഥിയുണ്ട്. സോ എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി. അടിപൊളിയായിരിക്കും, കാണാം, നമുക്ക് ഒരുമിച്ച് കാണാം. അടിപൊളിയായിരിക്കട്ടെ.